സുന്ദരനായ നായകൻ ചോദിച്ചേക്കുന്ന ഓപ്ഷൻസ് മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, ജഗദീഷ്, സുരേഷ് ഗോപി. ഇതിനകത്തുനിന്ന് ഒരാളെ തെരഞ്ഞെടുക്കണം. എന്താ ശ്രീനിവാസനെ വിട്ടുകളഞ്ഞത്? റിമി ടോമി ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉർവശി ചേച്ചി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ശ്രീനിവാസനെ വിട്ടുകളഞ്ഞത്? കാരണം ഉർവശി ചേച്ചിക്ക് ഏറ്റവും സുന്ദരനായി തോന്നിയ നടൻ ശ്രീനിവാസൻ ചേട്ടനായിരുന്നു. ഏറ്റവും സുന്ദരനായിട്ടുള്ള ശ്രീനിവാസനാണ്. മലയാള സിനിമയിൽ ഇത്രയും കഴിവുള്ള വേറെ ഒരു നടനുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ഒരു നടനും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ സിനിമകൾ അഭിനയിക്കുക മാത്രം ചെയ്തപ്പോൾ സിനിമയുടെ എല്ലാ മേഖലയിലും കൈവച്ച ഒരു ബഹുമുഖ പ്രതിഭയാണ് ശ്രീനിവാസൻ സാർ. ഞാൻ തമാശ പറഞ്ഞതല്ല. നായകനായിട്ടും സഹനടനായിട്ടും വില്ലനായിട്ടും കൊമേഡിയനായിട്ടും എന്നുവേണ്ട എല്ലാ കഥാപാത്രങ്ങളെയും സ്വായത്തമാക്കി ഒരു വലിയ അഭിനയ ശൈലി തന്നെ മലയാള സിനിമയ്ക്ക് നൽകിയ ഒരു വലിയ കലാകാരനാണ് ശ്രീനിവാസൻ സാർ. ഏത് ചോക്ലേറ്റ് ഹീറോ ഉള്ളപ്പോഴും അതിനേക്കാൾ വാല്യൂ ഉണ്ടായിരുന്നു ശ്രീനിവാസൻ. ഉർവശി ചേച്ചി പറയുന്നത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നായകനായിട്ടും സിനിമ സംവിധായകനായിട്ടും ഇങ്ങനെ എല്ലാ രീതിയിലും നിറഞ്ഞു നിന്ന ഒരു വ്യക്തി വേറെയില്ല. അത്രയ്ക്ക് സിനിമകളിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച വ്യക്തിയാണ്. അതേപോലെ കൊമേഡിയനായിട്ട് നല്ല കോമഡി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഏത് കഥാപാത്രവും അദ്ദേഹം അത്രയും സ്വായത്തമാക്കി ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇത്രയും വലിയൊരു നടൻ എനിക്കൊന്നും മലയാള സിനിമയിൽ തന്നെ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. എല്ലാ വലിയ നായകന്മാരുടെ ടോപ്പ് സ്റ്റാർസിന്റെ കൂടെ അഭിനയിച്ചു. ഇപ്പോഴും ഏത് ക്യാരക്ടർ ആണെങ്കിലും ശ്രീനേട്ടൻ ഓക്കെയാണ്. നമുക്ക് ഒരു തരിമ്പ് പോലും നമുക്ക് വെറുപ്പില്ല. റിമി ടോമിയുടെ ഓപ്ഷൻസിൽ ഇല്ലാതിരുന്നൊരു പേരാണ് ശ്രീനിവാസൻ സാറിൻ്റേത്. മമ്മൂട്ടിയോ മോഹൻലാലോ ജയറാമോ ഒക്കെ ആയിരിക്കാം ഉർവശി ചേച്ചിയുടെ ഏറ്റവും സുന്ദരനായ ഒരു നടൻ എന്ന ചിന്തയിലാണ് ആ ചോദ്യം റിമി ടോമി ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല, കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമാണ് നമ്മുടെ ഉർവശി ചേച്ചി നൽകിയത്. അത് വേറെ ആരുമല്ല ശ്രീനിവാസൻ സാറാണെന്നുള്ളത്. ഇത് തന്നെയാണ് മലയാളികളുടെ മനസ്സിൽ ഇത്രത്തോളം സ്ഥാനം നേടിയെടുത്തിയ ഒരു നടൻ വേറെ ഉണ്ടോ എന്നത് തന്നെ സംശയമാണ്. ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ വീണ്ടും 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 കാണാൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. എന്നാൽ ഇന്ന് തൻ്റെ 69ാമത്തെ വയസ്സിൽ ആ ഒരു വലിയ നടൻ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഒരു വലിയ യുഗത്തിനാണ് തിരശ്ശീല വീണിരിക്കുന്നത്. പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് മഴവിൽ മീഡിയ.